ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവയും ഏത്തപ്പഴം വെച്ച് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ ഒരു സ്നാക്ക് തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി 2 ടേബിൾ സ്പൂൺ കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കരിപ്പെട്ടി ചീകി എടുത്ത കരിപ്പെട്ടിയാണ്. അതൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പാനിയാക്കി എടുക്കുക. കരിപ്പെട്ടി ഉരുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഞാനിവിടെ കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. കരിപ്പെട്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാകാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏത്തപ്പഴം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മുരിഞ്ഞു പോകാൻ ഇടയുണ്ട്. നല്ല സോഫ്റ്റ് ആയ രീതിയിലാണ് ഇത് വെന്ത് കിട്ടേണ്ടത്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങയും ഏത്തപ്പഴവും നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം. ആ രീതിയിൽ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ റവ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഈ പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ സമയത്ത് തന്നെ നമുക്ക് ഈ റവ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഒന്നായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ ചൂടാകാനായിട്ട് സ്റ്റൗവിൽ വയ്ക്കാം. ഇനി നമുക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല രുചികരമായ റവയും ഏത്തപ്പഴം വെച്ചുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്